വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മ ഇങ്ങനെ ക്രിസ്മസ് സെറ്റായി ക്രിസ്മസിന്റെ ട്രീ പുൽക്കൂടെ എല്ലാം സെറ്റ് ചെയ്യുന്നു. നേരെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞാൽ എടുത്തില്ല. എന്റെ കാണി തലമുറ ഞാൻ കൊടുത്തു. അങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അച്ചുമ്മ ഈ ക്രിസ്മസ് ട്രീയുടെ കഥ എന്തു അച്ചുമ്മ? ആര് ട്രീ ഉണ്ടാക്കുന്നത്? ട്രീ ഉണ്ടാക്കുന്നതാണോ? ഇത് ഉണ്ണിയേശുവിന്റെ ഇതാണ് ക്രിസ്മസ്. ഉണ്ണിയേശുവിന്റെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ണിയേശു ഉണ്ണിയേശു ഉണ്ടായത് ആരാണോ? അതന്നെ ബാക്കിൽ ആരാണുള്ളത്? കൊച്ചമ്മ എന്നെ വിളിക്കുവാടി. അച്ചുമ്മ തന്തയ്ക്ക് വിളിച്ച്. നിന്റെ തന്നൊക്കെയല്ലേ ഡെക്കറേഷൻ എല്ലാം ആശയ ആൻഡ് അനാലിക. അതെ, ഇവിടെ മൊത്തം ഇവിടെ വെട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള വെട്ടം എല്ലാം കളഞ്ഞിട്ട് ആ ഫാൻ വേണ്ട വലത്തേക്ക് ഇറങ്ങേണ്ട ഫാൻ വേണ്ടി ഇപ്പൊ ഇടത്തേക്കാ ഇറങ്ങുന്നത്. അങ്ങനെ വെട്ടവും വെളിച്ചവുമായിട്ട് വിശാൽ ഇവിടെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷനും ഒക്കെ ആയിട്ട് ആശ അന്നലാലിക്ക ഒരുത്തം വന്ന് എന്തുവാടാ നീ ഞങ്ങളെ ചെറുക്കനെ തപ്പി വന്നോളാ ഓടാ നിന്റെ വീട്ടിൽ പോടാ. ഓടാ ഞങ്ങളെ വേണ്ട. ഇവിടുത്തെ കർഷകനാണ് കർഷകൻ. നോക്കാം മണ്ണൊക്കെ വാരിയിട്ടേ നോക്കി. ചിമ്പോ ചേച്ചി പുൽക്കൂട് കാണിച്ചു ചേച്ചി. ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? സാധനങ്ങളെല്ലാം വാങ്ങി സെറ്റാക്കിയത്. ട്രീ അഴിച്ചു പിടിച്ച് കിടക്കുമായിരുന്നു. എല്ലാം സെറ്റാക്കിയത് ഞാൻ. എന്റെ കൊച്ചു ഒറ്റയ്ക്ക് പാവം. പക്ഷെ പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയതാണ്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. പുൽക്കൂട് അമ്മേലെ ഉണ്ടാക്കിയത്. പുൽക്കൂട് ഞാൻ സത്യം പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ട് വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. അല്ല പുൽക്കൂട് അമ്മേലെ ഉണ്ടാക്കിയ കണ്ടപ്പോ തന്നെ അറിയാം. കൊച്ചിക്കായാണ്. ഈ മണിയും കൂടി ഇവിടെ തൂക്കിയിടണ്ടേ? വേണ്ട, ഇത് മാത്രം മതി. ഇത് ഇവിടെ വെക്കണ്ടായിരുന്നു. ഞാനത് നടുക്ക് വെക്കണം. ഒരു കുണ്ടി അറിയത്തില്ല പെണ്ണുപിള്ളേക്ക്. നടുക്ക് വെക്കണം, നല്ല ഭംഗിയുള്ളൂ. ഇത് അത് തോന്നിട്ട് ആരെ കെട്ടിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവച്ചത്. അത് വെക്കാടി. ഞാനിപ്പോ അതോടെ തൂക്കിട്ടേക്കുന്നതാണ്. അതിന് കണ്ണാടി പോകും. അത് നമുക്ക് ഇല്ലാന്നില്ല. അത് നിന്റെ കൂടെ അല്ലേടി ഞാൻ. എന്നാ വെക്കുന്നത്? അതെന്ത് സംഭവം? ഇതാണ് സംഭവം. ഇത് മണി കണ്ടാ, മണി കിടക്കണുണ്ടോ? മണി ക്രിസ്മസ് അപ്പാപ്പന്റെ മണി. ക്രിസ്മസ് അപ്പാപ്പന്റെ മണി. ക്രിസ്മസിന് ഇടുന്ന അപ്പാപ്പന. ക്രിസ്മസിന് ഇടുന്ന അപ്പാപ്പന. ക്രിസ്മസ് അപ്പാപ്പനൊക്കെ പറയുന്നതിന്റെ മണി. അതിന് ഇച്ചിരി നൂല് വേണം. അതിന് കുറച്ച് മതി. നൂല് കുറച്ചെടുക്കണം. ക്രിസ്മസ് ട്രീ സെറ്റായിട്ടുണ്ട്. ട്രീ സെറ്റായിട്ടുണ്ട്. പുൽക്കൂട് സെറ്റായിട്ടുണ്ട്. അല്ല എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ കൊടുക്കേണ്ട ഇതൊക്കെ മാറിയാ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വെളിച്ചം കത്തും ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഫേസ് കൊടുക്കേണ്ടടത്ത് ന്യൂട്രോ കൊടുക്കേണ്ടടത്ത് ഫേസും ഊരിക്കൊണ്ടിരിക്കും. ഊരി പേടിക്ക്. ഇത് അവര് കടക്കാര് കറക്റ്റായിട്ട് അത് ചെയ്ത് വെച്ചില്ലെന്ന്. നമ്മൾ സെറ്റ് ചെയ്യണം. മേടിക്കുമ്പോ അങ്ങനെ കിട്ടുള്ളൂ. ഇത് നോക്ക്, വേറെ ഒരു പാക്കറ്റ് ഉണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് അല്ല, നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. എടാ ഞാനുള്ളത് കൊണ്ടല്ലേ ഇവിടെ വെട്ടവും വെളിച്ചമുള്ളത്. കറക്റ്റാണ്. നിനക്ക്
അതിനുള്ളതാരല്ലേ ഇവിടുത്തെ വെട്ടമെല്ലാം കളഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോ വരും വെട്ടം. അത് തള്ളാത്ത പ്രശ്നമാക്കണ്ട മുട്ടിയിരിക്കുമെങ്കിൽ. കണ്ടോ പ്രതികരിക്കടി കേട്ടോ. ഉള്ളതല്ലേ ഇവിടെ പറഞ്ഞത്, ഞാൻ കാരണമല്ലേ ഇവിടെ വെട്ടമുള്ളത്. ഒരു സാധനം പോലും പണിഞ്ഞാൽ ശരിക്കും. വയസ്സായില്ലയോ, ചുമയൊക്കെ ഉണ്ടല്ലോ. പറയാൻ ഒരു നശിച്ച പനി വന്നതാണ്. അപ്പം 60-കാർക്കില്ലാത്ത ചുമ എനിക്ക്. ഒന്നുകൂടെ ഒന്ന് ചുമയ്ക്കുവോ? കൃഷ്ണത്തോസ അയച്ചില്ല ഇത്തിരി. കൃഷ്ണതുളസിയോ? അതുകൊണ്ട് ഇത്തിരി കുറവുണ്ട്. ഈ വയറിങ്ങിൻ്റെ നിങ്ങൾക്കറിയാം ഇതേതാ ഫേസ് ഇതേതാ ന്യൂട്രൽ എനിക്കറിയത്തില്ല. ഏതേലും ഇതിൽ കൊടുത്താൽ മതി കത്തിക്കോളൂ. നാടാ നിന്ന് കാത്തും. അതൊക്കെ അത്രേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ കൊടുത്ത് നിന്ന് കാത്തും. അല്ല ഇവിടെ ഒരാൾ ആ പുൽക്കൂട്ടി എന്തൊക്കെയോ ചെയ്യാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അതിന്റെ ചപ്പിടുക. അപ്പൊ കുറച്ചേക്ക് തീരും. എന്റെ അടുത്ത പാളി വെച്ചോ? കറക്റ്റാണോ? വൃത്തിയാണത്, ഒരു മിസ്റ്റേക്കും ഇല്ല. ഒരു mistake ഉം ഇല്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഓട്ടം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഷ നോക്ക്. എലി കരണ്ട് വരെ. കീറ് കൃത്യ. ആ വെള്ളം ഓഫ് ചെയ്തേക്കോ? എന്തായി, സെറ്റായോ? അത് കളഞ്ഞ് വെച്ചുകൊണ്ട് പോയി അവള്. സ്റ്റാർ നമുക്ക് എടുത്തിട്ട് സ്റ്റാറിൻ്റെ മണ്ടയ്ക്കിരിക്കട്ടെ. നമ്മൾ ട്രീ ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പുൽക്കൂട് അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയൊക്കെയാണ്. ഇതാണ്ടോ ഞങ്ങളുടെ 10 മണി വിരിഞ്ഞ്. കാണിച്ചേ. മര്യാദക്ക് ഇടത് ഇങ്ങനെയും ഇട്ട് കാണിക്കാം. സെറ്റ്. ഈ രണ്ട് ഇട്ടിട്ട് വരാം. അയ്യോ എന്റെ ഇടണ്ട, എന്റെ ഞാനായിടുള്ളൂ. മോൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. ഞാൻ സമ്മതിക്കില്ല. എന്താണെന്ന് പറയുമ്പോ അവള് ഒരു സാധനം എനിക്ക് ഇടാൻ തരൂല. അവൾക്ക് ജാങ്കോ എന്തുവാ തപ്പുന്നേ? സ്ക്രൂ. അതല്ല തള്ളേ, ഇതേത്തെ ഒരു വലിയ സ്ക്രൂ കാണുന്നില്ല. വലിയ സ്ക്രൂ അല്ല അതിനകത്ത് കിടക്കണേ. എന്റെ മുണ്ടിന്റെ അകത്തൊന്നും ഇല്ല. ഞാനിപ്പോ ഇനി ഇവിടെ പോയി അന്വേഷിക്കും. നീ ആ മുണ്ടൊന്നും എല്ലാവരും ഞാൻ എണ്ണീറ്റ് ഇതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പണി? സ്ക്രൂ കളയും. എന്നിട്ട് സ്ക്രൂ തപ്പലാണ് തൊഴിൽ. അങ്ങനെ ഒരു 2 മണിക്കൂർ അങ്ങനെ പോകും. ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചത് പോവാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇപ്പൊ കാണുന്നില്ല. സൂക്ഷിച്ചു വെച്ച സാധനം കാണുന്നില്ല. ആണ്ടാ അടിപൊളി. തരൂലട്ടോ പക്ഷേ ഞാൻ തരൂലട്ടാ. ഇത് നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒരെണ്ണം കൂടി ഇത് മേടിക്കത്തില്ലായിരുന്നോ? അകത്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നില്ല. നോക്കണ്ട, ഞാൻ കൊടുക്കുന്നില്ല. എത്ര പറഞ്ഞാലും കറങ്ങാനും കുഴപ്പമില്ല. അതെന്റെ മോളല്ലെന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. അറിഞ്ഞ എന്റെ മോളല്ലെന്ന് പറഞ്ഞു. ഒരു തുണിക്ക് വേണ്ടിട്ട് മോളെ എല്ലാം പറയാൻ വേണ്ടിട്ട് ഒരു സ്ക്രൂ തപ്പുന്ന പോലെ ഇരിക്കുവോ? എടാ നോണ്ടാ ആ കിടക്കുന്ന എന്തുവാ? നോണ്ടാ അടിയില്
എടാ തോണ്ടറാ അതിന്റെ അടിയിലോ ഇതോ ആ ഒന്ന് തിളങ്ങുന്നത് എടാ, തമ്പ്. അതല്ലടാ തോണ്ടറാ. എന്തിടാ? ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഇതോ? ആ അത് അവിടെ മുത്തടാ. മുത്താണ് അല്ലടാ. പണിവാളി. ഇവിടെ zoom. ഇവന്റെ zoom. ഇവരെ അതെല്ലാം കൊണ്ടേ കാണുന്നു എടാ ഇതിനകത്ത് ഇനി സ്ക്രൂ ഇല്ലെങ്കിലോ? എടാ ഒണ്ടറാ ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഞാനത് വയറ് കൊടുക്കാൻ വേണ്ടിട്ട് നിന്റെ സ്കൂളിൽ ഈ സാധനം ഉണ്ട്. എന്തു? അതല്ല നല്ല അത് ഇതിന്റെയൊക്കെയാ. അത് ഇതിനൊപ്പം വെക്കുക. എടാ അപ്പൊ ഒരെണ്ണേ ഉള്ളത്. ഏതാ? എടാ ഒരെണ്ണം പയർ വെക്കാനായിരിക്കും, സ്ക്രൂ ഉണ്ടാവില്ല. അയ്യോ അയ്യോ ഇപ്പൊ ഓക്കെ. ഈ സ്ക്രൂ അവിടെ അല്ലടാ, അതെ ഇത് അതൊരെണ്ണേ ഉള്ളായിരുന്നു. ഇപ്പൊ ഓക്കെ. ഇവിടെ അടക്കേണ്ട സ്ക്രൂ ഇലക്ട്രീഷ്യൻ വെട്ട എന്തായാലും കൃത്യ സമയത്ത് കിട്ടും. എടാ ഇത്തിരി വിഷമൊക്കെ എപ്പ തുടങ്ങി? രാത്രി 12 മണിക്ക് തുടങ്ങിയ ഇപ്പൊ വേണ്ട വൈകിട്ടായി. എടാ ഇന്ന് വൈകുന്നേരം കൊണ്ടിന്ന് ലൈറ്റ് വരും. ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ആർക്കും വരും. അതെ ഇതിങ്ങനെ വെക്കണ്ടേന്ന് അറിയില്ല. ആ എടി ഇത് കൊള്ളാം കേട്ടോ. കൊള്ളാം സെറ്റ്. ഇത് പക്ഷെ കൊച്ചമ്മ അവിടുന്ന് എടുത്തപ്പോ എനിക്ക് ഇത് വലിയ ഇത് തോന്നിയില്ല, പക്ഷെ ഇട്ടപ്പം കിടു കൊള്ളാം. ഞങ്ങളുടെ ട്രീ ഇവിടെ നല്ല റെഡാ. ആ റെഡ് അല്ലേ? റെഡ് അവിടെ അത് ഒരെണ്ണം ഉള്ളായിരുന്നു. ആ റെഡ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊള്ളാം. അടിപൊളിയാട്ടോ. നിങ്ങൾ പറയണം ചുവപ്പ ഡ്രസ് ഇട്ടിട്ട് ആരാ ഏറ്റവും കൂടി ഭംഗി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ അതല്ലേ, പറയണം. എനിക്കാണ് ഭംഗി. അമ്മക്കാണെങ്കിൽ അമ്മാന്ന്, മോൾക്കാണെങ്കിൽ മോളെന്ന് ഇടണം കേട്ടോ. ഇരിക്കാണ് ഭംഗി. ഈ പൊട്ടത്തിക്ക് ഒരു ഭംഗിയില്ല ഒരു ഡ്രസ്സും. നിങ്ങൾ പറയണേ. പിന്നെ എൻ്റെ ഈ വെള്ള ഡ്രസ്സ് എങ്ങനെ ഇടുന്നത്? ഞാൻ വെള്ളയാണോ ചുവപ്പാണോ സ്കൂളിലെ ക്രിസ്മസ് പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ ഇതാ പറയണേ. വെള്ളയാണോ ചുവപ്പാണോ എന്ന് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം ഇടണമെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ഇടും, ചുവപ്പ് ഇടണമെന്ന് പറഞ്ഞാൽ ചുവപ്പ് ഇടും കേട്ടോ. അവള് നേരത്തെ മേടിച്ചതാണ് ഇത്. കോൾവേ തന്നെ ഈ സാധനം കണ്ടിട്ട് നേരത്തെ മേടിച്ചതാണ് ഇതാ. അപ്പൊ കോട്ടില്ല ഇതിനിടാനായിട്ട്. കോട്ട് ഒരെണ്ണം മേടിക്കാം. അപ്പൊ ഒരു ഷർട്ട് ഇതാ ഒരു ഷർട്ട് മേടിക്കണം എന്നും പറഞ്ഞിട്ട് ഇരിക്കണം. ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് നോക്കിയിരിക്കണം. ഒരു ഷർട്ട് മേലെ ഇട്ടാൽ മതിയല്ല, ജീൻസിൻ്റെ ഒപ്പം ഇടാനായിട്ട്. ജീൻസിൻ്റെ ഒപ്പം നല്ല രസം. കൊള്ളാം, നല്ല രസമുണ്ട്. എടീ അനൂസേ അനൂസേ അടിപൊളിയല്ലേ? അതവിടെ അത് ഭയങ്കര രസം. ആ ചേച്ചി റോസ റോസ് ഇനി റോസായാലും ഇല്ല. അല്ല ഞങ്ങൾക്ക് അങ്ങാടിക്കാളും ചേഞ്ച് ചെയ്തതാ. ഇതൊക്കെ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതെന്തു എന്നെ കാണിക്കണം? എന്റെ പേട്ടക്കോലം കാണിക്കണേ. സിംബ സിംബ
അതെന്തോ കാണിക്കുന്നുണ്ട്. എന്നാ വാവയുടെ ഇത് വാവയുടെ സാപ്പാടാ. അതിനെ നിന്റെ വീഡിയോ എടുക്കാൻ വിളിച്ചോണ്ടിരിക്കുവാണോ?